ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഭീമമായ അപകടം സംഭവിച്ചുപോയി. ഇത് വലിയ അപകടം സംഭവിച്ചുപോയി. ആ അപകടമാണ് മുസ്ലിം ഉമ്മത്തിനെ ഇന്ന് ലിബറലിസത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ നമ്മുടെ സമൂഹം ആക്കിയിരുന്നുവെങ്കിൽ എന്തൊക്കെ ആധുനികതയുടെ വെല്ലുവിളികൾ ഉണ്ടായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നാട്ടക്കുറ്റിയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിയുന്നൊരു സാഹചര്യം ഉമ്മത്തിനുണ്ടാകുമായിരുന്നില്ല. പണ്ടുള്ള ജനത റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നതിൽ വിജയിച്ചു. റസൂലുള്ളാഹിനെ അവരെ അളവിലാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ആലിം എന്ന് പറഞ്ഞാൽ നായിബുർ റസൂലാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. മനസ്സിലായില്ലേ പറഞ്ഞു? നിന്റെ മുന്നിലുള്ള ഷെയ്ഖ് എന്താണോ അതിൽ നീ ഫനായിലാണ്. കാരണം ആ ഷെയ്ഖ് എന്നാൽ ഹബീബ റസൂലുള്ളാഹിന്റെ നായിബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് താല്പര്യങ്ങളില്ല, ഷെയ്ഖിനാ താല്പര്യം. നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ മതിയാണ്. അവരെന്നെ കൊണ്ടേ എത്തിക്കും. അവർ പറഞ്ഞ് എത്തിക്കുന്നത് മുഴുവനും കൂടി എനിക്ക് മനസ്സിലാക്കാനും കഴിയില്ല. അതിന് വ്യാഖ്യാനം ചോദിച്ചാൽ ആ വ്യാഖ്യാനം പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഞാനെന്തിനാ ചോദിക്കാൻ നിൽക്കുന്നത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഉസ്താദ് പറഞ്ഞാലേ പെണ്ണ് കിട്ടൂ, ഉസ്താദ് പറഞ്ഞാൽ തൊലാക്കില്ലു, ഉസ്താദ് പറഞ്ഞാലേ തൊലാക്കില്ലു. അങ്ങനത്തെ ഒരു ജമാ അവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ ഉസ്താദുൽ ഫന ആണ്. ഉസ്താദിനെ പറ്റി അവർക്കറിയാം അത്രയും വലിയ മഹാനാണ്. അല്ലാതെ വെറുതെ വെച്ചിട്ടിയതല്ല, മഹാൻ തന്നെയാണ്. അങ്ങനത്തെ ഉസ്താദ്മാരെ കൂടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. 10, 20, 25, 35 കൊല്ലം സ്വന്തം മഹലിൽ ഖാളിയായ ഒരു ഖിറാഅത്ത് പോലും ചെയ്യാത്ത ആലിമീങ്ങളിൽ ഫന ആവും സാധാരണക്കാർ. ആലിമ റസൂലുള്ളാഹിൽ ഫന ആവും. അതിന് ആലിമിനൊരു ഷെയ്ഖ് ഉണ്ടാവും. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി തങ്ങളോട് എങ്ങനെയാണോ ആ സ്വഹാബ് നിലകൊണ്ടത് അപ്രകാരമായിരിക്കും ഈ മുരീദന്മാർ ഈ ഷെയ്ഖിൽ ഫന ആയിട്ടുണ്ടാവുക. കാരണം മനസ്സിലായില്ലേ? അത്രയും വലിയ ആളുമാണിത്. അതുകൊണ്ടാണ് ഇവിടെ വികസനം ഉണ്ടായത്, ദീനീ വികസനം ഉണ്ടായത്. വേറൊന്നുമല്ല. അങ്ങനത്തെ ആളുകൾ വന്നപ്പോൾ ജനങ്ങളെ പിന്നാലെ കൂടി ഞങ്ങൾക്കൊക്കെ ഖൈറും കിട്ടി. എന്താണ് അവർക്ക് കിട്ടി? പെണ്ണ് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ബാപ്പ കൊണ്ടുപോവുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദ് ഒരു കാര്യം കൽപ്പിച്ചു, നേരെ എതിരായ കാര്യം ബാപ്പയും കൽപ്പിച്ചു. ഉസ്താദ് പറഞ്ഞെടുത്ത് നിയമം അങ്ങനെയാണ്. ഉസ്താദാണെങ്കിൽ മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മഹ്ദൂനാണെങ്കിൽ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് ബാപ്പ ഒരു കാര്യം കൽപ്പിച്ചു, ഉസ്താദ് വേറൊരു കാര്യം കൽപ്പിച്ചു. ഉസ്താദ് പറഞ്ഞെടുത്ത് എന്തുകൊണ്ട്? റൂഹിൻ്റെ ബാപ്പ ഉസ്താദാണ്, അതാണ് ഷെയ്ഖ്. എന്നാൽ ബാപ്പാനോട് എതിരൊന്നും ഇല്ലേനും ബാക്കപ്പക്ക് വേണ്ടതൊക്കെ പിന്നെ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ തഖ്ദീം ചെയ്ത ഈ ബാപ്പാനെ അല്ല, ഷെയ്ഖിനെയാണ്. മനസ്സിലായില്ലേ? ബാപ്പയും ഉമ്മയും ഒരു കാര്യം കൽപ്പിച്ചു, റസൂൽ വേറൊരു കാര്യം കൽപ്പിച്ച സ്വഹാബത്ത് എന്താ ചെയ്യുക? സ്വഹാബത്ത് എന്താ ചെയ്യുക? റസൂൽ പറഞ്ഞു ചെയ്യും. പിണക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ബാപ്പാനെ പിണക്കണ്ടില്ല, അതുപോലെ പിണക്കും. ഇനി പിണങ്ങാണെങ്കിൽ ഒരു വിഷയമില്ല. സഅദ് ബിൻ അബി വഖാസും ആമിർ ബിൻ അബി വഖാസും മുസ്ലിമായപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? ഉമ്മാന്റെ അത്ര ഉപദ്രവം ചെയ്ത ഒരാൾ വേറെ ഇല്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആമിർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ എന്താണോ നബി പറയുന്നതിന് നേരെ എതിരെ തള്ള പറയുള്ളൂ. റസൂലുള്ളാഹിനൊപ്പം നിന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? തന്നെ അവിടെ പിണക്കിമ്മാന് വിഷയമല്ല. കാരണം റൂഹിന്റെ ബാപ്പ ആരാണ്? ഹബീബ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾക്ക് ഫനാ ആകാൻ കഴിയുന്ന വിധത്തിൽ റസൂലുള്ളാഹിനെ ആക്കുക, അതിന് കരുത്തിട്ട് ഒരാളെ പിടിക്കുക, ആ ആളിലൂടെ റസൂലുള്ളാഹി വരിക, റസൂലുള്ളാഹിന്റെ നിയമങ്ങൾ വരിക, കൽപ്പനകൾ വരിക. പിന്നെ ഓരോ കാര്യത്തിലും അതാത് സന്ദർഭത്തിൽ അയാൾക്ക് മസ്ലഹത്ത് എന്താണ് എന്നത് അറിയുന്നത് ഷെയ്ഖായിരിക്കും. ഉദാഹരണം പറയാം, എനിക്ക് 1000 സ്വലാത്ത് ഫാത്തിഹ ചെല്ലാൻ വേണ്ടി സമ്മതം തരണം എന്ന് ഷെയ്ഖിനോട് പോയി പറയല്ല. എനിക്കെന്താണോ നല്ലത് അത് പറഞ്ഞു തരണം. ചിലപ്പോൾ എന്തായിരിക്കും പറയാന്നറിയോ? 10 സ്വലാത്ത് ഫാത്തിഹ ചെല്ലിക്കോ. ഇവൻ ആവേശത്തിൽ ചെന്നതാണ്. എന്തിന്? 1000-ന് അതിന് ആവേശമുണ്ട്.
10 പറഞ്ഞോളൂ, 10 നിർത്തുക, 10 നിർത്തുക, അതിലായിരിക്കും ഹൈറുണ്ടാവും. ഈ 1000 എന്നോട് കൽപ്പിക്കണം, നിന്റെ ഹവയാണ്. അത് 2-ാം ദിവസം 3-ാം ദിവസം കഴിഞ്ഞാൽ നിന്ന് ഒരു അമല്, ആ അമല് നിലനിർത്തുന്ന അമലിലാണ് അള്ളാഹുക്ക് ഇഷ്ടം. എന്നെ തൂക്കിയിട്ടുണ്ട്, എന്നെ തൂക്കിയിട്ടില്ല, ശൈഖ് എന്നെ തൂക്കിയിട്ടുണ്ട്. എന്റെ അടുക്കൽ ഇച്ച് വലിയൊരു മഹാനാണ്, ശൈഖിന്റെ അടുക്കൽ അരക്കാശിന് പറ്റാത്തവനാണ്. ഇവനെ ലെവലാക്കി കൊണ്ടുവരണം. 1-ാം ക്ലാസ്സിലെ ചേർക്കാൻ ആകണേ ഉള്ളൂ. അപ്പോഴത്തിന് കെമിസ്ട്രിയും ബയോളജിയും മറ്റും എല്ലാം കൂടി നടക്കണം. തന്നാലോ കെമിസ്ട്രിന്റെ ബയോളജിന്റെ അവിടെയൊക്കെയുള്ള പോട്ടം കണ്ടപ്പോൾ എനിക്ക് പൂതിയാവും ചെയ്യുന്ന അധ്യാപനം പഠിക്കാൻ. ഈ ഒരു ദിവസം പഠിക്കൂല, 3/4 മണിക്കൂറാകുമ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ആനന്ദി ഈച്ചന്റെ ഫോട്ടോ അങ്ങോട്ട് ഉത്തരുന്നു. അപ്പൊ ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്, തന്നെ ചിന്തിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന്റെ ഖിബിലയാണ്. അവർക്ക് ഖിബില കഅബ വലിയ ആണ്, ബൈത്തുൽ മുഖദ്ദസ് വലിയ ആണ്, അതിനേക്കാൾ വലിയ റസൂലാണ്. ഇങ്ങോട്ട് തിരിയും. എൻ്റെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ കാലത്ത് കഅബ വലിയതല്ലേ? എന്തേ അങ്ങനെയല്ലേ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ ആ ഒരു 16-17 മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബന്റെയും മക്കന്റെയും ഫള് എടുത്തു കളഞ്ഞിനോ? ഒന്നുമില്ല. അവരുടെ ആത്യന്തിക ബാധ്യത മുത്തുനബിയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അവർക്ക് ബാധ്യതയുള്ളൂ. അതാണ് അവരുടെ ബാധ്യത. റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് വലിയ പരാജയം സംഭവിച്ചു പോയിട്ടുണ്ട്. അതെന്താ അങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് വലിയ പരാജയമാണ് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും സംഭവിച്ചു എന്ന് ഞാൻ പറയല്ല, പക്ഷെ പൊതുവെ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് എല്ലാവർക്കും അബദ്ധം സംഭവിച്ചു അല്ല ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹ്? ആരാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഭീമമായ അപകടം സംഭവിച്ചുപോയി. ഇത് വലിയ അപകടം സംഭവിച്ചുപോയി. ആ അപകടമാണ് മുസ്ലിം ഉമ്മത്തിനെ ഇന്ന് ലിബറലിസത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ നമ്മുടെ സമൂഹം ആക്കിയിരുന്നുവെങ്കിൽ എന്തൊക്കെ ആധുനികതയുടെ വെല്ലുവിളികൾ ഉണ്ടായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നാട്ടക്കുറ്റിയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിയുന്നൊരു സാഹചര്യം ഉമ്മത്തിനുണ്ടാകുമായിരുന്നില്ല. പണ്ടുള്ള ജനത റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നതിൽ വിജയിച്ചു. റസൂലുള്ളാഹിനെ അവരെ അളവിലാണ് അവർ മനസ്സിലാക്കേണ്ടത്. അവരുടെ അളവിലാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ചെറിയ അളവുമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരാൾക്ക് 1 ഏക്കർ ഭൂമി, 2 ഏക്കർ ഭൂമിയിൽ ഇടാൻ മാത്രമുള്ള വിത്തും നിലമുഴുതാനുള്ള കാലികളും ആരോഗ്യവും തൊഴിലാളികളുണ്ട്. എത്രയാണ് അയാൾക്ക് ഭൂമിയുള്ളത്? 1 ഏക്കർ. ഒരാൾക്ക് 1 ഏക്കർ ഭൂമിയാണ്. ആ 1 ഏക്കർ ഭൂമിയിൽ നിലമുഴുതാനുള്ള കാലികളുണ്ട്, 2 ജോഡി കാലികളുണ്ട്. അയാളുണ്ട്, കൂടെ ഒരു 1-2 പണിക്കാരനുണ്ട്. അതിനിടാനുള്ള ജൈവവളം ഉണ്ട്, എല്ലാം ഉണ്ട് അയാളെ കയ്യിൽ. അയാളെ സംബന്ധിച്ചിടത്തോളം കൃഷി നടത്തിയാലും അയാളുടെ കയ്യിൽ വിഭവങ്ങൾ ബാക്കിയാണ്. വേറൊരാൾ അയാളെ കയ്യിൽ അയാൾക്ക് 1000 ഏക്കർ ഭൂമിയുണ്ട്. എന്നാൽ 1 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ആളുടെ വിഭവങ്ങളില്ല. ഇയാൾ എന്താ ചെയ്യുക? ഇതാണ് ആധുനികത. പണ്ട് കാലത്തെ ആളുകളെ വിവരം എന്ന് പറഞ്ഞാൽ പാഴൂർക്കാരെ വിവരം പാഴൂര, കൂളിമാടിനെ പറ്റി തന്നെ അവർക്ക് പൂർണ്ണ വിവരമില്ല. അവർക്ക് 24 മണിക്കൂറും ഉണ്ട്. 24 മണിക്കൂർ നമ്മളെക്കാൾ കൂടുതലുണ്ട്. എന്തുകൊണ്ട്?
നമ്മളെ 24 മണിക്കൂറിനേക്കാളുണ്ട് അവർ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവരെ മണിക്കൂർ 60 മിനിറ്റ് അല്ലാന്നല്ല പറഞ്ഞ അർത്ഥം. അവർക്ക് ചെലവഴിച്ചാലും തീരാത്ത എന്തുണ്ട്, സമയമുണ്ട്. ആകെ അവരെ ലോകത്തിലേ ഉള്ളൂ. പാഴൂർക്കാർക്ക് പാഴൂര്, അതിൽ തന്നെ പാഴൂർ ലാസ്റ്റുള്ള ആളെ നമ്മളിവിടെ അറിയില്ല. അത്രേ ഉള്ളൂ. ആ 25-35 വീടുകളിൽ ഇങ്ങനെ ചിക്കറങ്ങും. 40 വീടുണ്ട് മയലിൽ, അല്ലെങ്കിൽ 50 വീടുണ്ട്. അത് തമ്മിൽ അറിയും. കല്യാണത്തിന് എല്ലാവരും വിളിക്കും. അത് ലോകം അത്രേ ഉള്ളൂ. പിന്നെ ഒരു 3-4 കൂട്ടം കൂടുമ്പോൾ പരിസരത്തൊക്കെ ഉള്ള കൂട്ടം മൊത്തമൊന്നും വിളിക്കില്ല. ഇന്നിപ്പോൾ നമ്മളെ ലോകം ഏതാ? നമ്മളെ ലോകം അല്ലാത്തേതാ? ഈ ലോകം മുഴുവൻ നമ്മളെ ലോകം. സമയോ ഇല്ല. വിഭവം എന്ന സാധനം നമുക്ക് ഏറ്റവും വലിയ വിഭവം സമയമല്ലേ? സമയം എന്ന സാധനം നമുക്ക് ഇല്ല. അപ്പം നമ്മൾ ചെതറിപ്പോയി, അറിയേണ്ടത് അറിയാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള നേരം മുഴുവൻ അവർ സുൽത്താനെ പഠിക്കും, സുൽത്താനെ സ്നേഹിക്കും. പള്ളിയിൽ ഉസ്താദ് പറഞ്ഞതിന് നബിയും. അത്രയേ ഉള്ളൂ. ലോകത്ത് വേറെ മൂല്യം ഉൾക്കറിയില്ല. അവർക്കൊന്നും അറിയില്ല. മുസ്ലിമീങ്ങൾക്കൊരു സംഘടന ഉണ്ടോയെന്ന് പോലും അവർക്കറിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് സംഘടനയുള്ള വിവരം 90% ആളുകൾക്കറിയില്ല. എൻ്റെ ബാപ്പാനെ പറ്റി 3-4 ആളുകൾക്കറിയും. നമുക്കൊരു സമസ്ത ഉണ്ട്, നമുക്ക് ലീഗ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 10% ആളുകൾക്കറിയും. എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് മനുഷ്യന്മാർ. അത് ആ ജമാനിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും. അഹ്ലുൽ ബൈത്തിന് ഭയങ്കര ഇഷ്ടമാണ്. തങ്ങന്മാർ വന്നാൽ വോട്ടിൻ്റെ കാലത്ത് തങ്ങന്മാർ വരിക, വോട്ട് ചെയ്യണമെന്ന് അറിയും, വോട്ടും ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് വിവരമില്ല. ഒരു തെരഞ്ഞെടുപ്പ് റാലിയില്ല, ഒന്നുമില്ല. ഒരു ജയിച്ചെന്നെ ഒരു ആളാതെ പ്രകടനം അതുമില്ല. അവർക്കതിനെ പറ്റൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാലം എൻ്റെ കുട്ടിക്കാലത്ത് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ലോകം വളരെ ചെറുതാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി അമേരിക്കൻ തെരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മളെ ബേജാറ് അതാ. ഇനി അമേരിക്ക ഇപ്പോൾ ബൈഡൻ തന്നെ വരുമോ, മറ്റേ വരുമോ? ഉദാഹരണം പറയാം. തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും. പിന്നെ ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോൺ മാറുമല്ലേ, അതായിരിക്കും. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു പെട്ടെന്ന് ഇംപീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അടുത്ത ഭരണാധികാരി ആരായിരിക്കും? ഒന്നും അറിയില്ല. അവർക്ക് നെതന്യാഹു പോയിട്ട് എന്തറിയും? മത്തി അയില എന്നല്ലാത്ത മൂന്നാമത്തെ മീൻ വരെ അറിയില്ല. മത്തി ഉണ്ടെന്ന് അറിയാം, അയിലുണ്ടെന്ന് അറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് അറിയില്ല. ഹൈക്കോറ ഉണ്ടോയെന്ന് അവർക്കറിയില്ല. എൻ്റെ വല്യമാനോട് ഹൈക്കോറ എന്ന് പറഞ്ഞാൽ ഹൈക്കോറെന്നറിയില്ല. 10-50 കൊല്ലം മുമ്പുള്ള ജനങ്ങൾ അങ്ങനെയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ആരാളുള്ളത്? റസൂലുള്ളാഹിയുള്ളത്. റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുത്തൊരു ഉസ്താദും. അപ്പം അത്രയും വിശ്വാസമാണ് ആരിൽ? അള്ളാഹിൻ്റെ ഹബീബിൽ. അള്ളാഹിൻ്റെ ഹബീബിനെ പരിചയപ്പെടുത്തിയ ഉസ്താദും. ഈ ഉസ്താദും സ്വാലിയാണ്. അപ്പം അവർക്ക് അവിടെ കുത്തിപ്പറിക്കേണ്ട ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഒരു ഭാഗ്യവാന്മാരാണ്. അവിടെ മെഹ്റാബുൽ വുജൂദ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലോകം മുഴുവൻ നമുക്കാകെ 24 മണിക്കൂറാണ്. ഒരു മകൻ ലണ്ടനിലാണ്, ഒരു മകൻ അമേരിക്കയിലാണ്, ഒരു മകൻ ജർമ്മനിക്ക് പോകാൻ കാത്തിക്കാണ്, മറ്റൊരു അവിടുന്ന് ഇവിടുന്ന് തിരക്ക്. ഇനിയിപ്പോൾ ഒരു കല്യാണം ഉണ്ടാകണമെങ്കിൽ എന്നെ കല്യാണം ചെയ്യേണ്ടത്? എന്നെ കല്യാണം ചെയ്യിക്കുക. ഇതാകെ ആ മഹലിൽ 10-50 പേരെയാണ്. ആ പുരയിൽ ഇവിടെ കൊല്ലൊന്നും ഇനി കല്യാണമല്ല, വേണ്ട എന്നും നിശ്ചയിക്കുക. ഉസ്താദ് എന്നാ പറയണത്? ഒന്നും മറ്റേ പറ്റൂല. മറ്റേ ജർമ്മനിൻ്റെ ലീവിനല്ല ബ്രിട്ടനിൽ ലീവ്. എല്ലാ ലീവും കൂടിയും ആറ്റി കുറുക്കിയിട്ട് വേണം ഇവിടെ എന്താക്കാൻ. കുറേ ആളുകൾ ലണ്ടനിൽ നിന്ന് വരാനുണ്ട്, കുറേ ആൾ മ്യൂണിച്ചിൽ നിന്ന് വരാനുണ്ട്, കുറേ ആളുകൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരാനുണ്ട്, കുറേ ആൾ ഡൽഹിയിൽ നിന്നുണ്ട്. ഇതിൽ അങ്ങനെ എല്ലാം കൊണ്ട് 10,000 ആളെ കല്യാണം നടന്നു. 4 പേരുടെ അപ്പുറത്തവനെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഓനിറ്റ് ബന്ധമില്ല. സത്യമാണോ അല്ലേ? 4 പേരുടെ അപ്പുറത്തുള്ള ആളെ വിളിച്ചിട്ടില്ല. ഈ വണ്ടികളെല്ലാം വന്നപ്പോൾ ഇനി വണ്ടി എവിടെയാണ് നിർത്തുക? അത് നമ്മളാ എന്താ റോട്ടിൽ ഇവിടെയൊക്കെ നിർത്താം. അതുകൊണ്ടൊന്നും തീരൂല. മകൻ വന്നു പറഞ്ഞു, വണ്ടിയൊക്കെ എത്ര വണ്ടി, ഒരാൾക്കൂടി വണ്ടിയില്ലല്ലേ? 10,000 ആളുണ്ടെങ്കിൽ 10,000 വണ്ടി ഉണ്ടാവും. അങ്ങനെ തന്നെയല്ലേ ഇന്നത്തെ കല്യാണം. എന്താ ചെയ്യാ? അപ്പത്തെ ഒരു കാക്കണ്ടല്ലോ അവിടെ, വളവിൻ്റെ അവിടെ പരികര്. ഇനിയിപ്പോൾ അവിടെ കല്യാണം വിളിച്ചിട്ടില്ലല്ലോ. കാക്കാനെ അവരോട് ഏതാണ് ഈ കാക്ക? അതറിയില്ല. അയാൾ ഈ മലയാളം ആവില്ല. അയാളിപ്പോൾ 10 കൊല്ലത്ത് പുതിയ താമസക്കാരനാണ്. നമ്മളയാൾ എന്തോല്ല. ആ വളവിൻ്റെ അവിടെ മുറ്റൊക്കെ നല്ല എന്തിട്ടടിയാണ്. അയാളോട് പറഞ്ഞാലോ ഞങ്ങളോട് കല്യാണം
ഇപ്പോൾ കല്യാണം നാളെയാണ്. ഇപ്പോൾ അയാളോട് എങ്ങനെ പോയി പറയാം? എന്ത് നമ്മൾ പഴയ കാലത്തെ ഒരു മഹലിൽ കല്യാണമാണെങ്കിൽ അതിൽ വിളിക്കാത്ത ഒരാളുണ്ടോ? പറയുണ്ടോ? ആകെ എത്രയേ ഉള്ളൂ, 10-40 പറയാണ്. അതിൽ വിളിക്കാത്ത ഒരാളുണ്ടോ? ഉണ്ടാവില്ല. എന്തിനാ കല്യാണം? റബീഉൽ അവ്വലിലെ മൗലൂദിൻ്റെ നേർച്ച ഇത് വിളിക്കാത്ത ഒരാളുണ്ടാവും? ഇന്നിപ്പോൾ നമ്മളെ മഹലിലെ ആളുകളെ വരെ കല്യാണത്തിൽ വിളിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നമ്മളെ ലോകം അത് നമുക്ക് കഴിയില്ല. നമ്മളെ ലോകം അത്ര വലുതാണ്. വിളിച്ചാൽ എത്തൂല്ല. 10,000 ആൾ വിളിക്കണ്ടേ? ഇത് 10, 100, 150, 200 ആൾ വിളിച്ചാൽ പോരെ? 200 ആളൊക്കെ ഉണ്ടാവുമ്പോഴത്തിന് എത്ര ദൂരം എത്തും അന്നത്തെ കാലത്ത്? ഇന്ന് 200 ആൾ പറഞ്ഞാൽ 4 പേരിനുള്ളിൽ ഉണ്ടാവും. 200 ആൾ 4, 8, 10 പേരിനുള്ളിൽ 200 ആളായി. പണ്ട് അങ്ങനെയല്ല. പണ്ടൊരു 200 ആളെ കിട്ടണമെങ്കിൽ അത്ര ദൂരം പോകണം. എത്രയാണ് കല്യാണം? മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ ചിന്തകൾ ചിതറി. അപ്പോൾ ആഴം കുറഞ്ഞു. അപ്പൊ നബിയെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമുക്ക് അനവധി ആവശ്യങ്ങളുണ്ടായി. ആ ആവശ്യങ്ങൾ നേടിത്തരുന്നവർക്കൊക്കെ നമ്മൾ സ്നേഹം പകുത്തു നൽകി. പണ്ട് ആരെയും അറിയില്ല, ഒരാളെയും അറിയില്ല, നേതാക്കന്മാരെ അറിയില്ല. ബാപ്പൊക്കെ തങ്ങൾ CH ഇന്ദിരാഗാന്ധിനെ അറിയും, പിന്നെ വേറെ അറിയില്ല. ഇന്നിപ്പോൾ നമുക്ക് 72 മന്ത്രിമാരാണ് ഇപ്പോൾ പുതിയ അധികാരമേറ്റത്. ആ 72നെയും അറിയുന്നവർ നമ്മളെ ഇവിടെ ഉണ്ട്. പണ്ട് ആകെ 3 ആളെ അറിയുള്ളൂ. ബാഫക്ക് തങ്ങളെ അറിയും, CH അറിയും. പൂക്കോയ തങ്ങൾ, ബാഫക്ക് തങ്ങൾ, CH എന്നെ കഴിഞ്ഞ്. പിന്നെ ആരും അറിയില്ല. പിന്നെ ആരും അറിയുന്നു. നമുക്ക് എത്ര മതിയാണ്? മനുഷ്യൻ്റെ ലോകം വളരെ ചെറുതാണ്. അപ്പം ഇതിന് ആഴം വളരെ വലുതാണ്. ഇന്ന് മനുഷ്യന് ലോകം മുഴുവനും അവൻ്റെ മനസ്സിലാണ്. അപ്പം ആഴം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മേലോടം നബി, ഇങ്ങനെയാണേൽ പുള്ളിക്കാരൻ തിരക്കടില്ലല്ലോ എന്നറിഞ്ഞൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഫലിതമുണ്ട്. ഒരാൾ നബിയെ പറ്റി വലിയ പ്രശംസിച്ച് പ്രസംഗം കേട്ടപ്പോൾ ഒരുത്തങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയാണേൽ പുള്ളിക്കാരൻ തെറ്റില്ല. അങ്ങനത്തെ ഒരു നബി. ഇങ്ങനെയൊക്കെ ആണേൽ പുള്ളിക്കാരൻ തെറ്റില്ലല്ലോ, അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല, അവർക്ക് നബി മുഹമ്മദ് മുസ്തഫയാണ്. അവരെ ജീവിതം മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് എല്ലാം റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ പ്രതിനിധിയാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഒരു റബ്ബാണ്. റബ്ബിനെ അവർ കണ്ടിട്ടില്ല, റസൂലിനെ കണ്ടു, റബ്ബിൻ്റെ പ്രതിനിധിയെ. അപ്പോൾ അവർക്ക് റസൂലിനെ കണ്ട ആരെ കണ്ടതുപോലെയാണ്. മൻ റആനി ഫഖദ് റഅൽ ഹഖ. ഒരാളിനെ കണ്ട അള്ളാഹിനെ കണ്ട പോലെയാണ്. ഹഖ് തആലനെ കണ്ട പോലെയാണ്. മൻ റആനി, ഒരാളിനെ കണ്ടാൽ, ഒരാൾ എന്നെ കാണേണ്ട വിധത്തിൽ കണ്ടാൽ, ഞാൻ റബ്ബാണെന്നല്ല, റബ്ബിനെ ഇങ്ങനത്തെ ഒരു കോലുണ്ടെന്നല്ല, റബ്ബിനെ കണ്ടു കഴിഞ്ഞു. മൻ റആനി ഫഖദ് റഅൽ ഹഖ. ഒരാൾ എന്നെ കണ്ടാൽ ഹഖ് തആലയാകുന്ന റബ്ബിനെ കണ്ടു കഴിഞ്ഞു. എന്നെ കാണേണ്ട വഴി കണ്ടാൽ ഇതിന്റെ റസൂലാന്ന് പറഞ്ഞാൽ റബ്ബിന്റെ റസൂലല്ലേ? അപ്പൊ അവൻ ആരെ കണ്ടതുപോലെയായി? അങ്ങനെ തന്നെയല്ലേ? അതാണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം, അള്ളാഹുവിന്റെ ഹബീബ്. അപ്പൊ അവർക്ക് കഅബയും അല്ല, ബൈത്തുൽ മുഖദ്ദസും അല്ല, അവരുടെ മൊത്തം ആരാണ്? റസൂലൻ. ഇനി 3-ാം ദിവസം റസൂൽ എന്ത് പറഞ്ഞു? ഇനി കഅബയൊന്നും ഇല്ലോട്ട് പറഞ്ഞു. ഇനി കഅബയില്ല, ബൈത്തുൽ മുഖദ്ദസും ഇല്ല, നീ എവിടേക്കാണെങ്കിൽ തിരിഞ്ഞോളി, ഓരോരുത്തരും അവനാൻ ഇഷ്ടംപോലെ തിരിഞ്ഞോളി പറഞ്ഞു. അപ്പോഴോ അങ്ങനെ ചെയ്യും. 4-ാം ദിവസം നബി പറഞ്ഞു, ഇനി കഅബനെ പോയി ചിറ്റണ്ട, അവരവർ പേരുണ്ടാക്കിയിട്ട് പെരക്കേറ്റാണ്ട് കല്ലെറിഞ്ഞ് പോയി എന്നല്ലോ. പറഞ്ഞു എന്നല്ല, പറയുന്നല്ല, അങ്ങനെ പറഞ്ഞാലോ, പറഞ്ഞ മനസ്സിലായി. അപ്പം അവർക്ക് ഹജ്ജ് അവരെ മുറ്റത്ത് തന്നെയാണ്. നീ പറഞ്ഞു എന്നല്ല, പറയൂന്നല്ല, അങ്ങനെ പറഞ്ഞാൽ അല്ല, അങ്ങനെ പറഞ്ഞവർക്ക് എങ്ങനെയും പറയാലോ. ഒരു നമസ്കാരത്തിൻ്റെ ഇടയിൽ ബൈത്തുൽ മുഖദ്ദസിന് കഅബയിലേക്ക് തിരിഞ്ഞവർക്ക് എന്തും പറയാം. നീ കഅബയില്ല, ഖിബിലയില്ല, നാളെ ഇനി ഒന്നുമില്ല, ഇനി ജമാഅത്ത് നിസ്കാരമില്ല, ഒന്നുമില്ല, അവനവൻ്റെ പേര് നിസ്കരിച്ചു. ഹജ്ജൊക്കെ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്തോളി. രാവിലെ എണീറ്റാൽ ഒരു 7 വട്ടം സ്വന്തം പോലെ ചുറ്റുക, എന്നിട്ട് ദ്വാരനാൾ അതെന്നെ ഹജ്ജ് പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞാലോ, അതന്നെ. നമ്മളാണെങ്കിലോ അത് നടക്കൂല അറിയും. ഞങ്ങൾ ഖുർആനിൽ അങ്ങനെയല്ലേ കണ്ടത്? ഇത് ഖുർആൻ നബിക്ക് കൊടുത്താന്നുള്ളത് ചിന്തിക്കണില്ല. 2.5 ലിറ്റർ വെള്ളം കൊണ്ട് ഹബീബാൻ റസൂലുള്ളാഹി ജനാബത്ത് കുളിച്ച് ശുദ്ധിയായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാവണില്ല. നമുക്ക് മുൻകൈ കൊയ്യണമെങ്കിൽ തന്നെ 3 ലിറ്റർ വെള്ളമാണ്. 2.5 ലിറ്റർ വെള്ളം കൊണ്ടാണ് ഹബീബാൻ റസൂലുള്ളാഹി 2.5 ലിറ്റർ വെള്ളം കൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തിരുന്നത്? ഒരു 2.5 ലിറ്റർ വെള്ളം കൊണ്ടാണ് ഹബീബാൻ റസൂലുള്ളാഹി കുളിച്ചിരുന്നത്, ജനാബത്ത് കുളിച്ചിരുന്നത്.
കുളിച്ചിരുന്നത്. 2.5 ലിറ്റർ വെള്ളമാണ്. ഇനിയിപ്പോൾ 2 ലിറ്റർ അല്ലേ? 2.5 ലിറ്റർ വെള്ളം കൊണ്ട് റസൂൽ കുളിക്കും. നമ്മൾ ചോദിക്കണം അതുകൊണ്ടൊക്കെ ശുദ്ധിയാവുമെന്നാ. ഈ ശുദ്ധി പഠിപ്പിച്ച ആളാണ് ഇത് ചെയ്യുന്നത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. നമ്മൾ ഈ കടലാസുകൾ നോക്കിയിട്ട് നിയമങ്ങളെ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പകരം മാത്രമാണ് ഈ കടലാസ്. നബിയുടെ പകരമാണ് ഈ കടലാസ്. നമ്മൾ അവലംബിക്കുന്ന നബിയാണ്, കടലാസിനല്ല. ഈ കടലാസിൽ കണ്ടതിന് വിരുദ്ധമാണ് നബിയിൽ നിന്ന് പഠിച്ചതെങ്കിൽ അതാണ് ഈ കടലാസിലുള്ളത് നമ്മൾ പിന്നെ കണ്ടെത്തണം. നമ്മൾ മനസ്സിലാക്കിയത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഫഇന്നക മിഹ്റാബുൽ വജൂദ്, വജൂദിന്റെ മിഹ്റാബ് ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത് അതെന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ നബിക്ക് തടി വിൽക്കണം. ഈ വഴി നിങ്ങളൊക്കെ നോക്ക്. കടലാസിനെ ആശ്രയിക്കൽ മുസ്ലിമീങ്ങൾ മാനദണ്ഡമാക്കിയപ്പോൾ മുസ്ലിമീങ്ങളിൽ നിരീശ്വരവാദികളുണ്ടായി. ഈ കടലാസാണ് അവർക്കെല്ലാം. അപ്പോൾ ഈ കടലാസിൻ്റെ പിന്നാലെ അങ്ങനെ പോയി. അപ്പോൾ ആ കടലാസ് നിങ്ങൾ മനസ്സിലാക്കുമെന്നും ഞാൻ മനസ്സിലാക്കുക വേറെ ഒന്നുമാണ്. ഒക്കെ അങ്ങനെയാണ്ടായി മാറി മാറി മാറിയാണ് പോയി. ആദ്യം 3ാമത്തെ നിസ്കാരം മതിയാറും, 5ാമത്തെ വേണ്ടാറും. പിന്നെ എന്ത് പറഞ്ഞു? പെണ്ണിന് ഇമാമത്ത് നിൽക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവിടെ നിന്നോ? ഇല്ല. പിന്നെ അള്ളാഹുവിനെ ബാക്കി നിരീശ്വരവാദി. അവർക്ക് അങ്ങനത്തെ മനസ്സിലായില്ല. പെണ്ണ് ജുമാ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച്? അപ്പം ഇനി പെണ്ണിൻ്റെ ജുമാ വേണ്ടവർക്ക് അവിടെ ആ ജുമാ ഇപ്പം നടക്കണില്ല. അപ്പോൾ കുറച്ച് ആളുകൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? നമുക്ക് ഞാൻ ജുമാക്ക് പോകാം, ഇനി ആ ജുമാ ഇപ്പം നടക്കണ്ടേ? അവർ പോവുകയാണ്. ഒരു അവിടുന്ന് പോയി. അതും വേണ്ട, ഖുർആനും വേണ്ട, അതൊക്കെ കളവാന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ കാര്യം കടലാസിനെ മാനദണ്ഡമാക്കി. കടലാസിന് ഓരോരുത്തർക്കും ഓരോന്ന് മനസ്സിലായി. മാനദണ്ഡ നബിയാണ്. ഇത് നിങ്ങൾ ചിന്തിക്കും. ഇത് ഇന്നും നാളെയും യാമനാളും എനിക്കെൻ്റെ ജീവിതത്തിൽ ഇത് പഠിച്ച് തീരുന്നു തോന്നുന്നില്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ മുഴുവൻ നബിയെ മനസ്സിലാക്കിയത് ഖിബില മാറ്റ സംഭവത്തിലാണ്. അതിൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തിന് കയ്യും കണക്കുമില്ല. അത് വളരെ വലിയ സംഭവമാണ്. അതാണ് സംഭവം. അതായത് നിസ്കാരത്തിലാണ് മാറുക. ഇവർക്ക് ചോദിക്കാൻ വലിയ സമയമുണ്ടോ? ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നബി ഉണ്ടോ? അവരെന്താണെങ്കിൽ ആരെ പിന്നെ പോയി നിൽക്കും? റസൂലുള്ളാഹിയുടെ പിന്നിൽ. നബി നിസ്കാരത്തിൽ അങ്ങോട്ട് നടന്നാൽ ഒരു നടക്കും, അങ്ങോട്ട് ഞങ്ങൾ തിരിയും. ഓൾക്ക് നിസ്കാരം ശരിയായിക്കോളുന്നില്ല, നബി ശരിയായിക്കോളുന്നേ ഉള്ളൂ. നിസ്കാരം ശരിയായിക്കോളുന്നില്ല, നബിയോടുള്ള ഡയറക്ഷൻ ശരിയായിക്കോളുന്നേ ഉള്ളൂ. അതാണ് അവരുടെ ഈമാൻ. കാരണം അള്ളാഹുവിലേക്കുള്ള ഖിബില ഇതൊന്നുമല്ല. അതാരാണ്? റസൂലുള്ളാഹിയാണ്. അള്ളാഹു തആല 10,000 കൊല്ലായിട്ട് ആയടോ ഈ കഅബയെ പഠിച്ചിട്ട് ഒരു ദിവസമെങ്കിലും കഅബയെ റസൂലാക്കിയിട്ടുണ്ടോ? അപ്പൊ കഅബയുടെ മർത്തബ താഴെയാണ്. ആരെക്കാൾ? റസൂലുള്ളാഹിനേക്കാൾ. അത് താഴെ തന്നെയാണ്. താഴെ എന്ന് പറയാൻ എനിക്ക് വിഷമാണെങ്കിൽ ഇജ്ജ് പറയണ്ട, ഞാൻ പറയല്ലോ. താഴെ തന്നെയാണ്. റസൂലുള്ളാഹിയാണ് പ്രധാനം. ഹബീബാ നബിയാണ് പ്രധാനം. ഹബീബാ നബിയോ? ഹബീബാ നബി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയും കിട്ടുന്ന ആളാണ്. എനിക്ക് ഹബീബാ നബിയെ പാലൂർ കിട്ടണോ? പാലൂർക്ക് വരും. അമേരിക്ക കിട്ടണോ? അമേരിക്കക്ക് വരും. അത് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. മനസ്സിലാവണില്ലേ? ഇത് ചിന്തിക്ക്. ഇത് മനസ്സിലാക്കാത്തവന് എന്ത് മനസ്സിലാക്കാനാണ്? എന്തിനാണ് ഖിബിലൊന്ന് മാറ്റേണ്ട ആവശ്യം? എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസ് അങ്ങോട്ടാക്കിയത്? ഒന്നിനെ കിബിലാക്കി, 3നെ കിബിലാക്കി, 2നെ കിബിലാക്കിയിട്ടില്ല. എന്ത്? തിരിഞ്ഞു തിരിഞ്ഞോ? ഒന്നിനെ കിബിലാക്കി, 3നെ കിബിലാക്കി, 2നെ കിബിലാക്കിയില്ല. കുട്ടി കഅബയെ കിബിലയാക്കി. പിന്നെ അത് 1-ാം നമ്പറാ. പിന്നെ ബൈത്തുൽ മുഖദ്ദസിനെ കിബിലാക്കിയത് 3-ാം നമ്പറുമാണ്. അപ്പൊ 2-ാം നമ്പറോ? 1 കഴിഞ്ഞിട്ട് 2 ഉണ്ടല്ലേ 3. ഒന്ന് പഠിക്ക്. 1നെ കിബിലാക്കി, 3നെയും കിബിലാക്കി, 2നെ കിബിലാക്കിയില്ല. എന്തുകൊണ്ട്? 2 കിബില ആൾറെഡി ആണ് എന്നും എന്തിനാക്കണ്?
രണ്ടാകുന്ന അച്ചുതണ്ടിൽ കറങ്ങാണ് 1 3. അച്ചുതണ്ട് എന്താ 2ആണ്. 2 ആക്കണ് അതല്ലേ അച്ചുതണ്ട്. 2 1ക്ക് കറങ്ങിയാൽ 1ലേക്ക് തിരിയും, 2 3ക്ക് തിരിഞ്ഞാൽ 3ലേക്ക് തിരിയും. എന്താണ് ഈ മാപ്പിളാരോട് എന്ത് പറയാനാണ്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? മാനദണ്ഡം 2ആണ്. 2ആണ് അച്ചുതണ്ട്. 1ൻ്റെയും 3ൻ്റെയും. ഒരു 1ഉമില്ല ഒരു 3ഉമില്ല. എന്തേ ഉള്ളൂ? 2 ഉള്ളൂ. 2 2ഉമാണ്. 2 2ആണ്. 2 എന്ന് പറഞ്ഞാൽ 2ആണ്. ഏതാണ് 2? അള്ളാഹു റസൂലും. 1 അള്ളാഹു, 2 റസൂല്. ആ 2ആണ് എല്ലാം. ഇനി ഒരു 3 ഇല്ല. അള്ളാഹു റസൂലേ ഉള്ളൂ 1ഉം 2ഉം. 2 എന്നതോ 2 എന്നത് അള്ളാഹുവിന്റെ താല്പര്യത്തെ പ്രകടമാകുന്ന ഒരു ദർപ്പണമാണ്. എന്ത് 2? 2ആണ് തീരുമാനിക്കുക. 2ലേക്ക് തിരിയലുണ്ടായില്ലല്ലോ. 1ലേക്ക് തിരിഞ്ഞു 3ലേക്ക്. അപ്പൊ 2 അച്ചുതണ്ടാണ് കുട്ടി. 1നെ തീരുമാനിച്ചവൻ 2ആണ്, 3നെ തീരുമാനിച്ചവൻ 2ആണ്. അപ്പോൾ 1 ഏതാ? 2. 1 1 2. അപ്പൊ 1 മനസ്സിലായില്ല? 2 1നെ തീരുമാനിച്ചതും 2ആണ്, 3നെ തീരുമാനിച്ചതും 2ആണെങ്കിൽ 1 ഏതാണ്? 2. 2 ഏതാണ്? 1. 3 ഏതാണ്? 2. മനസ്സിലായില്ല? അപ്പോൾ അവിടെ എന്താവും അറിയോ? 2ഉം 2, 1ഉം 2ആണ്, 3ഉം 2ആണ്. 1 ഏത് കാലത്ത് ഏതാണ്? 1. 2 ആക്കണം 3 ആക്കണം ആരാ തീരുമാനിക്കുക? 2 തീരുമാനിക്കും. 2നോ? 2നാണ് അധികാരം. 2 എന്നും 2ആണ്. അള്ളാഹിന്റെ സൃഷ്ടിപ്പ് തന്നെ 2ആണ്. ഇനി അത് 3 ആണ് പ്രശ്നമില്ല. ഈ 2 എന്നും അള്ളാഹ്, മനസ്സിലായില്ലേ? ഈ 2 എന്ന് പറയുന്ന സാധനം മെഹ്റാബുൽ വജൂദാണ്. അതാണ് 1. ഖൽഖിൽ അതാണ് 1. ഏത് പറയാ കുട്ടി? ഈ കഅബ ഇവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് ആരുണ്ട്? റസൂലുള്ളാഹി ഉണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെ സുന്നിയാകുക? ഇവിടെ കഅബ പിന്നുണ്ടാക്കിയതാണ്. ഇവിടെ അടിസ്ഥാനം ആരാണ്? റസൂലാണ്. പിന്നെ ഇങ്ങനെയാക്കി എവിടേക്കും തിരിക്കാം. ഇവിടെ ഒരൊറ്റ അടിസ്ഥാനം റസൂലാണ്. ആ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹിനെ കാണില്ല. ആരെ കണ്ട്? പ്രതിനിധിയെ. അപ്പൊ അള്ളാഹിന്റെ പ്രതിനിധി ഒരു ബൈത്തുൽ മുഖദ്ദസും അല്ല, ഒന്നുമല്ല. പിന്നെ ആരാ? റസൂല്. ഈ കോടാനക്കോടി അള്ളാഹു തആല ഈ പ്രപഞ്ചം നിലനിർത്തിയിട്ട് ഒരു ദിവസം പോലും എന്തായിട്ടില്ല? അർശ് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല, കുർസി തീരുമാനിച്ചിട്ടില്ല. അർശ് അള്ളാഹിന്റെ റസൂലായിട്ടില്ല, കുർസി അള്ളാഹിന്റെ റസൂലായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. മനസ്സിലായില്ലേ? കാര്യങ്ങൾ തീരുമാനിച്ച ആൾ ആരെന്നെയാണ്? ഈ റസൂലാണ്. അത് അർശിനേക്കാൾ കുർസിനേക്കാൾ വലുതാണ്. ആ ആള് കിടക്കുന്ന മണ്ണിന് അർശിനേക്കാൾ വിലയുണ്ട്. അർശിനേക്കാൾ വിലയുണ്ട്. എന്തിന്? ഈ ആള് കിടക്കുന്ന മണ്ണിന് വിലയുണ്ട്. ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. അത്ര തന്നെ. അതിൻ്റെ അപ്പുറം ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് വിചാരിച്ചത് അത് തന്നെ. റസൂലുള്ളാഹിയാണ് അടിസ്ഥാനം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നക മിഹ്റാബുൽ വജൂദി വവജ്ഹുഹാ. ഒരു ക്ലാസ് കൂടി അത് പറയും. റബ്ബനാ ആതിന. ഒറ്റ ക്ലാസ് കൂടി ഇൻഷാ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار. നാളെ ഭർത്താവ് ഗൾഫിൽ നിന്നും വരുന്നുണ്ട്. യാത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ ദുആ ചെയ്യണം എന്ന് ആയിഷ കിണർ 500 രൂപ സംഭാവന. അല്ലാഹു തആല ഒരു പ്രയാസമില്ലാതെ അല്ലാഹു തആല നാട്ടിലെത്താൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു പ്രയാസമില്ലാതെ നാട്ടിലെത്താൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. ഒരു പ്രയാസമില്ലാതെ ആഫിയത്തിലും സന്തോഷത്തിലും റാഹത്തിലും കൂടാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിലും അല്ലാഹു തആല കുടുംബത്തിന് രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ അല്ലാഹു തആല കാക്കട്ടെ. അല്ലാഹുവിൻ്റെ എല്ലാവിധ കാവലും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ വരുന്ന ഞായറാഴ്ച ദുൽഹജ്ജ് 9-ന് രാവിലെ 9 മണി മുതൽ നമ്മുടെ അറഫ സംഗമമുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കണം. നമ്മുടെ അറഫ സംഗമം ദാറുൽ ഖുർആനിൽ രാവിലെ 9 മണി മുതൽ ളുഹറിൻ്റെ മുമ്പ് അവസാനിക്കും. ദാറുൽ ഖുർആൻ രാവിലെ 9 മണി മുതൽ ഈ അറഫ ദിവസത്തിൽ, അതായത് ദുൽഹജ്ജ് 9, നമ്മുടെ 9 അതാണ് നമ്മൾ അറഫയായി പരിഗണിക്കുക. അന്ന്
ദുൽഹജ്ജ് 9 രാവിലെ 9 മണി മുതൽ കുറച്ച് ദിക്ർ ചെല്ലുക, ദുആ ചെയ്യുക, ചെറുത്ത് നസീഹത്തും ഇൻഷാ അല്ലാഹ് രാവിലെ 9 മണി മുതൽ ഈ വരുന്ന ഞായറാഴ്ച, തിങ്കളാഴ്ച പെരുന്നാളാണ് ഞായറാഴ്ച. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന ചീരണി കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾ. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും റഹ്മത്തും ബറക്കത്തും നൽകട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ. സന്തോഷ ഹൃദയവും ആത്മാവും മധുരമാവുന്ന ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. അപ്പോൾ പിന്നെ ശരീരം ഒന്നും മധുരമാക്കുക, അത്രയും അർത്ഥവും. എല്ലാവർക്കും അല്ലാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.